നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ അതേ വൈബുള്ള ആൾക്കാരെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ദേ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത്. എല്ലാം ഒരേ കണക്കാണ്. ഞാനൊന്ന് പുറത്ത് പോയി തിരിച്ചു വന്നത് മറ്റേ സിനിമയിൽ പറഞ്ഞത് നല്ല പൊരിച്ച കൊയീൻ്റെ മണം എന്ന് പറയും പോലെയായിരുന്നു. നല്ല പഴുത്ത മാങ്ങേൻ്റെ മണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്താണ്. ഒന്നും നോക്കിയില്ല ഞാനും കൂടെ കൂടി അവരിത് ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് അങ്ങനെ മുക്കി തിന്നു. ഞാൻ പറഞ്ഞു ഇങ്ങ് താട്ടെ അങ്ങനെയല്ല തിന്നേണ്ടത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ പാത്രം മേടിച്ച് നല്ല കുലുക്കലോട് കുലുക്ക് കുലുക്കി കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് പിള്ളേർക്ക് എക്സാം നടക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നു ഗായ്സ് ഒന്നും പറയാനില്ല. നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു. അത്ര വലിയ മധുരമൊന്നും ഇല്ലെങ്കിലും ചൊനച്ച മാമ്പഴം. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയണത് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ചൊനച്ച മാമ്പഴം എന്ന് പറയും കേട്ടോ. ചൊനച്ച മാങ്ങ. അങ്ങനെ ചൊനച്ച മാങ്ങയായിരുന്നു. അതിൻ്റെ കൂടെ അവരെ പറ്റിക്കാൻ ഞാനൊരു പുളിയുള്ള മാങ്ങ ഇട്ടിട്ടായിരുന്നു ഗൈസ്. അതാണ് അവരുടെ എക്സ്പ്രഷൻ. നിങ്ങൾ വിചാരിക്കില്ല ഈ പഴുത്ത മാങ്ങ തിന്നുമ്പോൾ എന്തിനത്ര മുഖത്ത് എക്സ്പ്രഷൻ ഇടുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് പുളിയുള്ള മാങ്ങയും കൂടി ഉണ്ട്. അങ്ങനെ പിന്നെ എവിടേക്കോ നിന്നവരൊക്കെ ഓടിപ്പടിച്ച് മാങ്ങ തിന്നാൻ വേണ്ടി സ്റ്റാഫ് റൂമിലെത്തി. പിന്നെ കുറേ നേരം ചുമ്മാ അതേ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള വർക്കുകളൊക്കെ അതിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതാരും കമ്മൻ ഇട്ടുകൊണ്ട് വരുമൊന്നും ചെയ്യല്ലേ. അപ്പോൾ ഇത്രയുള്ള നല്ല വൈബുള്ള കൂട്ടുകാരെ കിട്ടിയാണെങ്കിൽ എൻജോയ് ചെയ്യുക. അത്രേ ഉള്ളൂ.